Hi guys, welcome back to my YouTube channel. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്നെങ്കിൽ ഇത് പരിപാടിയൊക്കെ പകുതി ആയപ്പോഴാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്പലത്തിലോട്ട് കൊടിമരം വരികയാണ്. നമ്മുടെ മീനടം ഭഗവതി ക്ഷേത്രം കോട്ടയത്ത് മീനടത്ത് അമ്പലത്തിലോട്ട്. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നവിധി പ്രകാരം പറഞ്ഞു നമ്മുടെ അമ്പലത്തിൽ കൊടിമരം വരാമെന്ന്. അങ്ങനെ ദേ നമ്മൾ നോക്കിയിരുന്ന് നമുക്ക് നല്ലൊരു ഒത്ത തേക്കും തടി കിട്ടി. ളാക്കാട്ടൂരെന്നാണ്. അപ്പോൾ തേക്കും മരം അതെ. അപ്പോൾ അതിൻ്റെ പൂജകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാളത്തെ വൃക്ഷപൂജയും അങ്ങനെ രാവിലെ കുറേ പൂജകളുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ദേ തേക്കൊക്കെ മുറിച്ച് വെട്ടി നമ്മൾ സേഫായിട്ട് നമ്മുടെ വണ്ടിയെ കയറ്റി നമ്മളൊരു വിളംബര ഘോഷയാത്രയോടുകൂടി വാഹനങ്ങളെല്ലാം ആയിട്ട് നമ്മുടെ മീനടത്തമ്പലത്തിലോട്ട് പോവാണ്. ഇന്ന് അവിടെ ചെന്നിട്ട് നേരെ കയറ്റി അവിടെ ഇടുമല്ലേ. 6 മാസം മഞ്ഞളും ചന്ദനവും ഒക്കെ തേച്ച് വെക്കും. അത് കഴിഞ്ഞ് 6 മാസം എണ്ണത്തോണിയിലിടും. അങ്ങനല്ലേ? അപ്പൊ അടുത്ത ഉത്സവം ആകുമ്പോഴത്തേനും നമുക്ക് 10 ദിവസത്തെ ഉത്സവം മാറാട്ടും അല്ലേ, ഇങ്ങനെ കാര്യമായ ഉത്സവമായിരിക്കും. കൊടിയിറക്കം ഒക്കെ കാണും. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ അമ്പലത്തിലോട്ട് കൊണ്ടുപോകാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. എന്തിനാ മക്കളെ ഇവിടെ വന്ന നമ്മള്? എന്തിനാ വന്നേ? കാണാവേ ധനുഷ ചേച്ചിയുണ്ട്. അവിടെ റെഡിയായി നിൽക്കുന്നു. ആ വീട്ടിൽ നിന്നാണ് കേട്ടോ നമുക്ക് മരം തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പോകുന്ന ചേട്ടനും ചേച്ചിയാണ് നമ്മുടെ അമ്പലത്തിൽ കൊടിമരം അവർ വഴിപാടായിട്ട് പണിത് നൽകുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ദക്ഷിണ കൊടുക്കുന്ന കണ്ടില്ലേ, ഓറഞ്ച് ഷർട്ടിട്ട ചേട്ടൻ, ആ ചേട്ടൻ ഒക്കെയാണ് നമുക്ക് തടി നൽകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പൂജ കഴിഞ്ഞ് ആദ്യമായിട്ടൊന്ന് കൊത്തി പിന്നെ എൻ്റെ സ്ഥാനമൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പം ഇത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, പക്ഷെ ഇപ്പം മരം എങ്ങനെയാണോ നിൽക്കുന്നത് ഇതേപടി തന്നെ അവിടെ അമ്പലത്തിൽ കൊണ്ടുപോയി നമ്മൾ കൊടിമരമായിട്ട് വെക്കുമ്പോൾ അങ്ങനെ തന്നെ വെക്കണം, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അത് അങ്ങനെ എന്തോ സ്ഥാനമാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ വെട്ടുന്ന പരിപാടികളിലാണ്. അപ്പം അപ്പുറത്ത് പായസവും കൊടുക്കുന്നുണ്ട്, ഇത് ഫുഡും ഉണ്ട്, ചോറും. അപ്പുറത്ത് മാളിച്ചേച്ചിയുണ്ട്. ഈ മരം നിൽക്കുന്ന രീതിയിൽ
ഇതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കും അവിടെ കൊടിമരമായിട്ട് നമ്മൾ നിൽക്കുന്നത്. അവിടെയാണ് അവർ മാർക്ക് ചെയ്ത് അടയാളം വെക്കും. അങ്ങനെ ദേ നമ്മൾ മരം വെട്ടാൻ പോവാണ്. അപ്പോൾ ദേ ഈ തേക്ക് വെട്ടുക എന്ന് പറയുന്നത് സാധാരണ മരം വെട്ടുന്നതല്ല, നമ്മൾ കൊടിമരത്തിനായതുകൊണ്ട് തന്നെ നിലത്ത് മുട്ടരുതെന്നുണ്ട്. അപ്പം അതിന് വേണ്ടി ആകെ അതിൻ്റെ ചില്ലയെല്ലാം എടുത്ത് ആദ്യം ഇങ്ങനൊരു കൊളുത്തിട്ട് അതേ കൂടെ മേളിൽ കയറുന്ന തന്നെ നമുക്ക് ഈ ബ്രാഞ്ചസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ താഴേന്ന് വലിച്ചാണ് ചേട്ടനെ മേളിൽ കയറ്റുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ചില്ലയെല്ലാം വെട്ടണം മേളിൽ നിന്ന്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ദേ മേളിലെത്തി പിന്നെ ദേ വെട്ടാനായിട്ടുള്ള സാധനങ്ങളെല്ലാം കയറെ കയറ്റി വിടുകയാണ് കേട്ടോ. അതിനിടെ അത് നല്ല നീറായിരുന്നു, പിന്നെ അതിനുള്ളതും പൊടിയും ഒക്കെ ദേ കൊടുത്തു വിടുന്നുണ്ട്. അങ്ങനെ ഈ ചില്ലയെല്ലാം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്രെയിനൊക്കെ വന്ന് കിടപ്പുണ്ട്. നമ്മുടെ തടി കൊണ്ടുപോകാനായിട്ടുള്ള ലോറി ഇവർ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചോറുണ്ണാനായിട്ട് വന്നതാണ്. അങ്ങനെ നമുക്ക് ചോറൊക്കെ ഉണ്ണാം. അങ്ങനെ നമ്മൾ കഴിച്ച് വന്നപ്പോഴത്തേനും ചില്ലയെല്ലാം വെട്ടിക്കഴിഞ്ഞു. അപ്പോൾ എനിക്കൊരു പൂ കിട്ടി കേട്ടോ. വണ്ടിയെ തൂക്കാനാണ് തിരിച്ചു പോകുമ്പോൾ. നല്ല ചൂടാണ് കേട്ടോ. മാളിച്ചേച്ചി വീശി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കാലിനപ്പോൾ ഒരു മടിഞ്ഞിട്ട് വയ്യാതിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ കസേരയൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ കസേരയിൽ കയറി ഇരുന്നാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മൾ ചില്ല വെട്ടിക്കഴിഞ്ഞ് മേളിൽ നിന്ന് മരത്തിൻ്റെ അറ്റം വളഞ്ഞിരിക്കുന്ന പോർഷൻ നമ്മൾ എടുക്കത്തില്ലല്ലോ. അപ്പം ഇതിനൊരു വലുപ്പമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അളവ് വെച്ചിട്ട് വെട്ടുവാണ് കേട്ടോ. അതിൻ്റെ ടോപ്പ് ഭാഗം മൊത്തത്തിൽ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി കുറച്ചുകൂടെ കട്ട് ചെയ്യും. അങ്ങനെ ഇനി അടിഭാഗം ഷേപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പം നമ്മൾ മേലിലൊക്കെ ചെയ്ത് ഇനി താഴെ പോർഷൻ അതേ ഷേപ്പിൽ ഒരു വെട്ടുവാണ്. മുത്തൊരു ഹായ് കാണിച്ച മുത്തേ. മുത്തിന് വയ്യ, അവള് ഗ്വാളിയാറായോണ്ട് ഇതൊന്നും കാണാൻ പറ്റിയില്ല. എന്നാലും അവള് വീഡിയോ കോളിലൂടെ നമ്മളിവിടെ കയറുന്നതാണ് അല്ലേ പൂ.
സ്പൈഡർമാൻ ഷോയിച്ചിട്ട് അങ്ങനെ കുറച്ച് ടെൻഷനൊക്കെ ഇടയ്ക്ക് അടിച്ചുവെങ്കിലും കുഴപ്പമൊന്നുമില്ലാതെ ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാവരും പ്രാർത്ഥനയിൽ നമുക്ക് നല്ല സേഫായിട്ട് മരം മുറിച്ചെടുക്കാൻ പറ്റി. ഒരു കുഴപ്പമില്ല. ഇടയ്ക്ക് വണ്ടിയുടെ ടയറൊക്കെ പൊങ്ങാനൊക്കെ വന്നു, പക്ഷേ എല്ലാം നല്ല രീതിയിൽ നടന്നു, കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇനി അങ്ങനെ സേഫായിട്ട് നമ്മളെ കൊടിമരം നമ്മൾ ലോറിയിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഇപ്പോൾ ഉദ്ഘാടനം നടക്കുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ വാഹന ഘോഷയാത്രയായിട്ടാണ് കേട്ടോ നമ്മൾ മീനടത്തിന് പോകുന്നത്. അങ്ങനെ ചുമലപ്പട്ടൊക്കെ ചുറ്റി കൊടിമരം മീനടത്തിന് പോകാൻ തയ്യാറായിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം ഏറ്റുവാങ്ങിയാണ് നമ്മൾ പോകുന്നത്. ഇനി അപ്പം നമുക്ക് മീനടത്തോട്ട് പോവാം. ഘോഷയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. അധിഷ്ഠിത വരദായനിയായ മീനടപ്പനാദിലമ്മയുടെ തിരുസന്നിധിയിൽ കൊടിമര പ്രതിഷ്ഠയ്ക്ക് ആവശ്യമായ ലക്ഷണമൊത്ത ഏക്കം തെളിയും വഹിച്ചുകൊണ്ട് നാക്കാട്ടൂർ കൊല്ലമംഗലം പര്യടത്തിൽ നിന്നും ക്ഷേത്രം കണ്ടുവയ്ക്കും. അങ്ങനെ നമ്മൾ മീനടത്തെത്തി. ഇവിടെ പള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ റാസയും അതേ ദിവസം തന്നെയായിരുന്നു. അപ്പോൾ അവിടെ സ്വീകരണം ഉണ്ടായിരുന്നു. നമ്മുടെ മീനടത്തമ്പലത്തിൻ്റെ ഗോപുരത്തിന് മുമ്പിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ലോറി കയറത്തില്ല. അപ്പോൾ നമ്മൾ ക്രെയിനിലാണ് നമ്മുടെ കൊടിമരം അകത്തോട്ട് കയറ്റുന്നത്. അത് കുറച്ച് കഷ്ടപ്പെട്ടാണ് നമ്മൾ കൊടിമരം അകത്തോട്ട് കയറ്റുന്നത്. അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ോ